ലോകത്തിലെ ഏറ്റവും പിശുക്കനായ മനുഷ്യനാണിത്. സൂപ്പർമാർക്കറ്റിൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ കാലാവധി കഴിയാറായതും വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ മാത്രമേ അയാൾ വാങ്ങാറുള്ളൂ. ബില്ല് കൊടുക്കാനായി കൌണ്ടറിലെത്തുമ്പോൾ അയാൾ ഒരുപാട് കൂപ്പണുകൾ കയ്യിലെടുക്കും. അവസാനം വെറും 8 സെന്റ് മാത്രമാണ് അയാൾക്ക് ചെലവായത്. വീട്ടിലെ വാട്ടർ മീറ്റർ കറങ്ങുന്നത് ഒഴിവാക്കാൻ അയാൾ വളരെ കുറച്ചു മാത്രമാണ് ടാപ്പ് തുറക്കാറുള്ളത്. തീർന്നുപോയ ടൂത്ത്പേസ്റ്റിൽ പോലും ഒരു വടി ഉപയോഗിച്ച് അവസാനത്തെ തുള്ളിയും അയാൾ പിഴിഞ്ഞെടുക്കും. മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും ചന്ദനത്തിരി കത്തിക്കുമ്പോൾ പോലും അയാൾ അത് 3 ആയി ഒടിച്ചാണ് കത്തിച്ചത്. പ്രഭാത ഭക്ഷണത്തിന് അയാൾ ഒരു മുട്ട മാത്രമേ കഴിക്കാറുള്ളൂ. ഒരു ദിവസം വെറും $5 മാത്രമാണ് അയാൾ ചെലവാക്കിയിരുന്നത്. 30 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം ആ മനുഷ്യൻ $1 മില്യൺ സമ്പാദിച്ചു. അയാൾ തന്റെ റിട്ടയർമെന്റ് ജീവിതം ആരംഭിക്കാൻ പോകുകയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അയാൾ ലിഫ്റ്റിൽ വെച്ച് ബോധരഹിതനായി വീണു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ അയാൾക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് കണ്ടെത്തി. അതിനാൽ അയാൾക്ക് ഇനി 10 ദിവസമേ ജീവിച്ചിരിക്കാൻ കഴിയുകയുള്ളൂ. ഈ പെട്ടെന്നുള്ള തിരിച്ചടി ആ മനുഷ്യനെ വളരെയധികം നിരാശനാക്കി. അയാൾ തന്റെ മാതാപിതാക്കളുടെ ശവകുടീരങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് തന്റെ വേദന പറഞ്ഞു. പിന്നീട് അയാൾ തന്റെ പണമെല്ലാം പിൻവലിച്ചു. എന്നിട്ട് തന്റെ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തി. അവർ ഏറ്റവും ആഡംബരമുള്ള ഹോട്ടലിൽ മുറിയെടുത്തു. അവർക്ക് മുമ്പ് വാങ്ങാൻ കഴിയാത്ത ഭക്ഷണം കഴിച്ചു. ഒരു ദിവസം $800 വിലയുള്ള ഒരു സ്പോർട്സ് കാറും വാടകയ്ക്കെടുത്തു. ഒരു ഷോപ്പിംഗ് കാർട്ട് നിറയെ അവർ ഗെയിം കോയിൻസ് വാങ്ങി. ലക്ഷറി ബാറിൽ പോയി 100 കണക്കിന് കുപ്പി മദ്യം വാങ്ങി. കുടിച്ചു തീർക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ അത് കുടിക്കാൻ വെയിറ്റർമാരോട് പറഞ്ഞു. അവർ വളരെ നന്നായി ആസ്വദിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ ഒരു ഫ്യൂണറൽ സെന്ററിലേക്കും പോയി. തനിക്കായി ഏറ്റവും വില കൂടിയ ശവപ്പെട്ടി തിരഞ്ഞെടുത്തു. കൂടാതെ $1 ലക്ഷം മേക്കപ്പ് സേവനവും അയാൾ അനുഭവിച്ചറിഞ്ഞു. തന്റെ ജീവിതത്തിലെ അവസാന ദിവസം ആ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. കാലാവധി കഴിഞ്ഞ ഒരു സോസേജ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അധികം വൈകാതെ അയാൾ ബോധരഹിതനായി. അയാളുടെ സുഹൃത്തുക്കൾ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. അയാൾക്ക് ബ്രെയിൻ ക്യാൻസർ ആണെന്നത് ആശുപത്രിയിലെ യന്ത്രത്തകരാർ കാരണം സംഭവിച്ച തെറ്റായ രോഗനിർണയമാണെന്ന് ഡോക്ടർ അയാളോട് ബോധം വന്നപ്പോൾ പറഞ്ഞു. ഇപ്പോൾ ബോധരഹിതനായി വീണത് കാലാവധി കഴിഞ്ഞ ഭക്ഷണം കഴിച്ചതുമൂലമുള്ള ഫുഡ് പോയ്സണിംഗ് കാരണമാണ്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ താൻ തന്റെ പണമെല്ലാം ചിലവഴിച്ചതിനാൽ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു.